KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നു. പുതിയതായി പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ കാറ് ബസ്സിന്റെ കുറുകെ നിർത്തിയത് വ്യക്തമാണ്. MG പ്രദേശ് വിവരങ്ങളുമായി ചേർന്നു. പ്രദേശ്, അത് സിഗ്നൽ പോയിന്റ് ആയിരുന്നു. ശരിയാണ്, സിഗ്നൽ പോയിന്റ് തന്നെയാണത്. സിഗ്നൽ പോയിന്റ് ആയിരുന്നു. അപ്പോഴാണ് ഡ്രൈവറോട് ചോദിച്ചാൽ കാറ് കുറുകെ ഇട്ടിട്ടൊന്നുമില്ല എന്നായിരുന്നു മേയറുടെ വാദം. പക്ഷേ അങ്ങനെയല്ല എന്ന CCTV ദൃശ്യങ്ങൾ തന്നെ പറയുകയാണ്. പ്രദേശ്, ഹാഷ്മി, തീർച്ചയായും ഏകദേശം 3.5 മിനിറ്റോളം ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അല്പസമയം മുമ്പ് മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ മേയർ പറഞ്ഞ കാര്യം, ഈ KSRTC ബസിന്റെ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ല, വാഹനത്തിന് കുറുകെ തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ട് നിർത്തിയിട്ടില്ല എന്നതായിരുന്നു മേയർ പ്രധാനമായും പ്രതികരിച്ചത്. പക്ഷേ ആ പ്രതികരണം തള്ളുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വാദം തള്ളുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ KSRTC ബസിന് കുറുകെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഗണർ കാർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. മറ്റൊന്ന്, ഈ ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള ഈ സീബ്ര ലൈനിലാണ് കാർ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതും ഒരു നിയമലംഘനമാണ്. അത്തരത്തിൽ ഈ മേയർ പറഞ്ഞത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അതാണ് ഈ CCTV ദൃശ്യങ്ങളടക്കം പറയുന്ന കാര്യവും. പക്ഷേ ഈ മറ്റൊന്ന്, ഈ വളരെ മോശമായ രീതിയിലായിരുന്നു KSRTC ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം എന്നതാണ് മേയറുടെ പരാതി. ലൈംഗിക ചുവയോടുകൂടി ഈ KSRTC ഡ്രൈവർ പെരുമാറി എന്നുള്ള ഗുരുതരമായ ചില ആരോപണം കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ KSRTC ഡ്രൈവർക്കെതിരെ നേരത്തെയും നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. ഈ സ്വകാര്യ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ സ്വകാര്യ വാഹനം ഒരു KSRTC ബസ്സിൽ തന്നെ ഇടിച്ച് അപകടമുണ്ടാക്കിയതിനും ഈ ഡ്രൈവർ യദുവിനെതിരെ കേസുണ്ട് എന്നുമാണ് മേയർ പ്രധാനമായും പറയുന്നത്. വാഹനത്തിന് സൈഡ് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമല്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു, ഇതാണ് പ്രധാനമായും പരാതിയായി താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും മേയർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് സമാനമായി മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും ഈ ഡ്രൈവർ യദുവും തള്ളുന്നുണ്ട്. അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഈ സിഗ്നലിൽ ബസ് കിടക്കുമ്പോൾ ഈ മേയറുടെ വാഹനം, ഈ മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനമാണ് കുറുകെ കൊണ്ടുവന്ന് നിർത്തുകയും തന്നോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തതൊപ്പം ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം മേയറുടെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള ആരോപണം കൂടി ഡ്രൈവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് മേയറിൽ നിന്ന് കന്റോൺമെന്റ് പോലീസിലെ ഉദ്യോഗസ്ഥരെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ അതേ മൊഴി തന്നെ മേയർ പോലീസുകാരോട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മേയർ പറയും മട്ടിൽ അങ്ങനെ ലൈംഗിക സ്വഭാവത്തോടുള്ള ദൃശ്യങ്ങൾ കാണിച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ പിഴവ് തന്നെയാണ്, അതിൽ അന്വേഷണം വരണം. പക്ഷേ ഈ ഡ്രൈവർ കൊടുത്ത ഒരു കേസുണ്ട്. ആ കേസിൽ കേസെടുക്കാൻ പര്യാപ്തമായ ഒരു CCTV ദൃശ്യമാണിത്. ഒന്നാമത് വാഹനം തടയുന്നു, രണ്ടാമത് സീബ്ര ലൈൻ. അപ്പോൾ അങ്ങനെയുള്ള ഗതാഗത, ഇപ്പം പെറ്റി അടിച്ചു വിടാനാണെങ്കിൽ കൂടിയുമുള്ള ഒരു ഗതാഗത കേസ് ഇതിലുണ്ട്. തീർച്ചയായും ഹാഷ്മി, കാരണം ഈ ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും കൂടുതലായി ഉയരുന്ന വിമർശനം. കാരണം ഇവർ KSRTC ബസിന്റെ വാഹനം ഗതാഗതം തടസ്സപ്പെടുത്തി, യാത്രക്കാരെ അടക്കം ഇറക്കി വിട്ടു, അപമര്യാദയായി പെരുമാറി, ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാതിയാണ് ഡ്രൈവർ ഏതോ പോലീസിൽ നൽകിയത്. പക്ഷേ ഈ സംഭവം നടന്ന 1.5 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ വലിയ തരത്തിലൊരു അതൃപ്തി കൂടി യദു പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം, ഈ മേയർ നൽകിയ പരാതിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് യദു മറ്റൊരു പരാതി നൽകിയെന്നൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് പുറത്തു വന്ന ഈ CCTV ദൃശ്യങ്ങളിൽ മേയർ സഞ്ചരിച്ച വാഹനം, അല്ലെങ്കിൽ മേയറുടെയും സംഘത്തിന്റെയും ഭാഗത്തു നിന്നും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനങ്ങൾ ലംഘിച്ചതടക്കമുള്ള പിഴവുകൾ മേയറുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പരാതി ലഭിച്ച സമയത്ത് സ്വാഭാവികമായും പോലീസ് ഈ മേഖലയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതുമാണ്. അപ്പം ഈ ദൃശ്യം പോലീസിന് ലഭിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നടപടി ഉണ്ടായില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് പ്രധാനം. ഈ പറയുന്ന ആലിയ ആൽഫ പ്രാവശ്യം പറയുന്നുണ്ട്, തെറ്റായി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചൂഷണമായി തീരും. സ്വയം പറഞ്ഞ് ജയിക്കാൻ ലൈംഗികാരോപണം തെറ്റ് ചെയ്ത് ഡ്രൈവറെങ്കിൽ ശിക്ഷിക്കണം, പിന്നെ സാമാന്യ മര്യാദ 2 ഡ്രൈവർമാർക്കും വേണം എന്നൊരു പക്ഷം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് പോലെ ഡ്രൈവർ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷാർഹനാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഒരു KSRTC ബസ്സിനെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരൊക്കെ ഒരു വണ്ടി വട്ടമിട്ട് ചെറുത്ത് ചോദ്യം ചെയ്താലൊക്കെ എന്താകും നമ്മുടെ അവസ്ഥ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് കേട്ടോ.